ചീഞ്ഞുനാറി പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിൽ നിന്നുമുള്ള മലിനജലം വലിയ തോതിലാണ് റോഡിലേക്ക് ഒഴുകുന്നത്. യാത്രക്കാർ മാത്രമല്ല, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ അനന്തരഫലം കൂടിയാണ് ഈ കാഴ്ചകൾ. റോഡ് നവീകരണത്തോടൊപ്പം ടൗണിലെ അഴുക്കുചാലുകളുടെ നവീകരണം പാതി വഴി കിടക്കുകയാണ്. പലയിടത്തും അഴുക്കുചാൽ മൂടിക്കിടക്കുന്നു. ഇതോടെ അഴുക്കുചാലിലൂടെ വരുന്ന മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുന്നത് വഴിയാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്. വ്യാപാരികളുടെ സ്ഥിതിയും മറിച്ചല്ല. ഈ റോഡിൻ്റെ ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥ കാരണം റോഡ് പണിയാണ്. പക്ഷേ റോഡ് വരണം, വികസനം വേണം, അതിനൊന്നും നമ്മൾ പട്ടാമ്പിക്കാരോ ഇവിടുത്തെ കച്ചവടക്കാരോ ആരും എതിരല്ല. പക്ഷേ ഇതിലൊരു ന്യൂനമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് പണി ആദ്യം എടുക്കുന്നതിന് മുമ്പേ പൈപ്പ് പണി എടുക്കേണ്ടതായിരുന്നു. പൈപ്പ് പണി എടുത്തില്ല. അതിനുശേഷം ആയിരുന്നു ചാലിൻ്റെ കാനാട് പണി എടുക്കേണ്ടത്, അതും ചെയ്തു. ഡ്രൈനേജിൻ്റെ അതും ചെയ്തില്ല. ആദ്യം റോഡ് പണി എടുത്തു, അതിനുശേഷം പൈപ്പ് പണി എടുത്തു. ഈ പൈപ്പ് പണി വന്നതിന് ശേഷമാണ് ഈ ചാലുകൾ ഡ്രൈനേജ് ഇങ്ങനെ ബ്ലോക്കാൻ കാരണം, ഇത്ര നാറാനും ഈ പട്ടാമ്പി അങ്ങാടി ഇങ്ങനെ നാറാനുള്ള കാരണം ഈ പൈപ്പ് പണിക്കാർ ചെയ്ത പണിയാണ്. പൈപ്പ് പണിക്കാർ ചെയ്ത് അവരെ പൈപ്പ് പണി ഇട്ടും കാന കംപ്ലീറ്റ് അടച്ചിട്ട് പോയി. അതിന് ശേഷം മഴ പെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ അധികൃതമായിട്ടൊക്കെ സംസാരിച്ചു. മുനിസിപ്പാലിറ്റി, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ചു. ഇത് വെള്ളം വന്നു കഴിഞ്ഞാൽ, ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അത് ഞങ്ങളുടെ വിഭാഗമല്ല, അത് PWD പറഞ്ഞു ഞങ്ങളല്ല, അവർ റോഡ് പണിക്കാരാണ്. ഈ 2-3 കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞത് കൊണ്ടാണ് ഈ പട്ടാമ്പി അങ്ങാടിയിലെ ഈ സ്ഥിതി. ഇത് എന്തായാലും ശാസ്ത്രമായിട്ടൊരു പരിഹാരം കാണണം. പെട്ടെന്ന് അത്രയും അഴുക്ക് വെള്ളമാണ് ഇതിന് പോണത്. ഇവിടെ കാനയിലത്തെ പഴയ കെട്ടിക്കിടക്കുന്ന വെള്ളം കംപ്ലീറ്റ് പോയിട്ട് ഇവിടെ കൊതുകും മറ്റുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റോഡ് നവീകരണം തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ അനുബന്ധ പ്രവൃത്തികൾ പാതി വഴിയിൽ തന്നെയാണ്. മഴക്കാല രോഗപൂർവ്വ ശുചീകരണം പൊടിപിടിക്കുമ്പോഴും പട്ടാമ്പി ടൗണിലെ സ്ഥിതി ഈ വിധം തുടരുകയാണ്. കാരണം ഇത് വേസ്റ്റാണ്, പട്ടരെന്നാണ് ഇത് പൊന്തിയേക്കണത്. ഇത് ശരീരത്തിൽ തട്ടിയത്. പിന്നെ മഴക്കാല രോഗങ്ങൾ, ഒരുപാട് കുട്ടികളും സ്ത്രീകളും വയസ്സായ ആൾക്കാരും നടക്കുന്ന സ്ഥലമാണ്. ഇത് എന്ത് ശരിയാക്കാത്തത്? ഇത് ശരിയാക്കിയിട്ട് 6 വർഷത്തോളം ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട് 13 കിലോമീറ്റർ റോഡുള്ളൂ. ശാസ്ത്രീയപരമായിട്ട് എല്ലാം ഇവിടെ പണിതിരിക്കണത്. ആദ്യം കാര്യം പണിയണം, എന്നതിൻ്റെ ശേഷം ലൈനിൻ്റെ മറ്റേ പൈപ്പ് ലൈൻ പണിയണം, എന്നതിൻ്റെ ശേഷം റോഡ് പണിയാണ്. ഇത് ആദ്യം റോഡ് പണിതിരിക്കണേ. എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് മാന്തുക, പൊന്തിക്കുക. എന്നിട്ട് ഇത് എത്ര 3 മാസം 2.5 മാസം ഇത് പണി സാഹ് പൊട്ടി പടങ്ങോട്ടെ. അധികൃതർ ഇതിന് യാതൊരു നടപടി സ്വീകരിക്കണില്ല. റോഡിലൊക്കെ ഇവിടെ സ്ഥിരം കുറച്ച് ദിവസം അപ്പുറത്തെ ഭാഗത്തായിരുന്നു. ഇപ്പോൾ ഈ സൈഡിലാണ് ആകെ വെള്ളമായിട്ട് നടക്കാനും കൂടി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. വണ്ടികൾ പോകുമ്പോൾ സൈഡിലാണ് ആകെ പ്രശ്നത്തിലാണ്. ടൗണിലെ ബേക്കറികൾക്കും ഹോട്ടലുകൾക്കും മുന്നിലാണ് ഈ സ്ഥിതി. പകർച്ചവ്യാധികൾ പിടിപെടാൻ മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ലെന്നാണ് ടൗണിലെ ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം പരിപാടിയാണ്. അതായത് ഈ വെള്ളക്കെട്ട് ചാലൊന്നും കറക്റ്റ് ചെയ്യാത്ത കാരണം എന്നും ഇത് തന്നെയാണ്. ഇപ്പോൾ ചാലിൽ നിന്ന് വരുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അത് ഏതൊക്കെ അഴുക്ക് ചാലാണോ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ തൊട്ട് മുന്നിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൻ്റെയും ബേക്കറിയുടെ ഒക്കെ മുന്നിലാണ്. ഏറ്റവും സേഫ്റ്റി ആയിട്ടിരിക്കേണ്ട 2 സ്ഥലങ്ങളുടെ മുന്നിലാണ് ഇത്രയും വെള്ളക്കെട്ടി അഴുക്കുചാലുകൾ. അത് ഒരുപാട് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. നഗരസഭയോടും മറ്റും പലതവണ പറഞ്ഞു മടുത്തതാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം യാത്രക്കാരുടെ ദേഹത്തേക്ക് പതിക്കുന്നതും പതിവാണ്. ഇനിയെങ്കിലും അധികൃതർ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇതേ അവസ്ഥയാണ് ഈ പട്ടാമ്പിയിലെ പല മേഖലകളിലും നടക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ ഹെൽത്ത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ കണ്ണടക്കണം. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അവരിൽ നിന്ന് പാരിതോഷികമായി പൈസ വാങ്ങണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പച്ചക്ക് ഒരു കണ്ണടക്കാണ്. ഇവിടെ ഈ ഒരു ചാല് കുഴിച്ചിട്ട് ഇപ്പോൾ മാസക്കണക്കിനായി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാനും പറ്റുന്നില്ല. മഴ പെയ്തപ്പോൾ ഇവിടെ ഒക്കെ ആകെ വെള്ളം കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആൾക്കാർ ഉഴലുണ്ടായി. പിന്നെ ചാലിൽ വെള്ളം നിറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടോ കൊതുകുകളാണ് നിൽക്കുന്നത്. പിന്നെ ഏതൊക്കെ ഇവിടുത്തെ മാലിന്യ വെള്ളങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്.